അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പീസാണ് കേട്ടോ ഷെയർ ചെയ്യണത്. കൈപ്പത്തിരിയും പിന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഉമ്മൻ്റെ സ്പെഷ്യലാണ്, ഇപ്പോൾ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കറിയാണ്. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ബിസ്മില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊടി കുഴച്ച് വെക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു സേറ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു സേറ് എന്ന് പറഞ്ഞാൽ 4 കപ്പ് കേട്ടോ. ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഇരട്ടി എന്നുള്ള കണക്കിൽ, പൊടീൻ്റെ ഇരട്ടി വെള്ളം എന്നുള്ള കണക്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ്. ഭയങ്കര സോഫ്റ്റ് ആവുകയും ചെയ്യരുത്, എന്നാൽ നല്ല ഹാർഡ് ആവുകയും ചെയ്യരുത്. കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ അത് ചൂടാറുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. പിന്നെ ഈ പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്നതാണ്. 1 കിലോ പച്ചരിക്ക് 2 കിലോ ചോറ്റരി, അതായത് നമ്മൾ ചോറ് വെക്കണ അരി, വേവ് കുറഞ്ഞിട്ടുള്ള ചോറ് വെക്കണ അരിയാണ് കേട്ടോ. അതും കൂടെ കഴുകി ഉണക്കി ജസ്റ്റ് പൊടിപ്പിച്ചെടുത്തതാണ്, വറുത്ത പൊടിയൊന്നുമല്ല. ഇത് നമ്മൾ പല റെസിപ്പീസിലും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടുക്ക നിറച്ചത് ഉണ്ടാക്കാനും കക്കറോട്ടി ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ മാവ് ഇതാ നമ്മൾ ഈ ഒരു കട്ടിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കുറച്ച് റെഡ് ഫുഡ് കളറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ചിക്കനൊന്ന് നല്ലോണം കുഴച്ച് വെക്കുക. ഇതിൽ കുറച്ച് കളർ ആഡ് ചെയ്യണം കേട്ടോ, എന്നാൽ തന്നെ കറി കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കളർ ഉണ്ടാവില്ല. നമ്മൾ അധികം മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കറിക്ക് ഒരു വല്ലാത്തൊരു കളറായിരിക്കും. അപ്പോൾ കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ ചിക്കനൊക്കെ നല്ലോണം കുഴച്ച് വെച്ചിരിക്കണേ. ഇനി ഇതാ നമ്മളൊരു 5 ഉള്ളി എടുത്തിക്കണം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇനി ഇതാ ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും പിന്നെ 2 വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കണം. ഇതും കൂടെ നമുക്ക് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കാം. പിന്നെ അതൊരു 5-6 പച്ചമുളകും ഒരു 3 ചെറിയ തക്കാളിയും എടുത്തിക്കണേ. അപ്പോൾ അതും കൂടെ നമ്മളത് ഈ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മാത്രമാകുമ്പോൾ നല്ലോണം അങ്ങോട്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് അരച്ച് വെക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിരിക്കുന്ന പണികളൊന്നുമില്ല. പ്രത്യേകിച്ച് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ അരിയൽ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ഇതേപോലെ അരച്ചെടുത്തിട്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാം. ഇനി ഇതാ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കാം. നെയ്യാണ് ടേസ്റ്റ്. അപ്പോൾ ഡാൽഡ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ താല്പര്യമില്ലെങ്കിൽ നല്ല നെയ്യ് ചേർക്കാം. അപ്പോൾ അതിട്ടിട്ട് നമ്മളിതാ ചിക്കനും കൂടെ ഇട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചാൽ ഈ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരല്ലോ. അങ്ങനെ ചിക്കൻ അവിടെ കിടന്ന് കുക്കാവട്ടെ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. ഇനി നമുക്ക് പൊടി കുഴച്ച് വെക്കാം. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ഇതാ നല്ലോണം ചൂടാറിക്കണം, മാവ് ചൂടാറിക്കണം. അപ്പോൾ അത് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ നേരിയ പത്തിരി ഉണ്ടാക്കണ പോലെ ചൂടോടെ കുഴച്ചെടുക്കണ കഷ്ടപ്പാടൊന്നും ഈ പത്തിരിക്കില്ല. ചെറിയ ചൂടിൽ കുഴച്ചാൽ മതി. പിന്നെ ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കട്ടി മനസ്സിലാവും. ഈ മാവിന് ഭയങ്കര കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ സമയം നല്ലോണം അങ്ങോട്ട് കുഴച്ചാൽ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ഇതേപോലെ കുറച്ച് വലിപ്പമുള്ള ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് ഉരുട്ടി വെക്കാം. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിക്കണ്, നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിക്കണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം. ഇത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ. എന്നുവെച്ചാൽ ചിക്കൻ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം, ചിക്കനിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റി ഇതാ നമ്മൾ ഉള്ളി അരച്ച് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാം. ഈ ഉള്ളിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വലിയ പാത്രത്തിൽ വെക്കേനു അല്ലേ തിരക്കിന്. ഇനി നമ്മൾ അരച്ച് വെച്ച രണ്ടാമത്തെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചച്ചോയൊക്കെ മാറുന്ന വരെ ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുകയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ സമയം ചേർക്കാൻ മറന്നു പോയതാണ്, അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇട്ട് കൊടുക്കുക.
അങ്ങനെ ഇതാ നമ്മൾ ഗ്രേവി നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൻ്റെ തക്കാളീൻ്റെ ഒക്കെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതൊരു 5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സോയാ സോസും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനി ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒരു 3 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ അത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതും മുളക് പൊടിൻ്റെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. അതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള കാശ്മീരി ചില്ലിയാണ്, അപ്പം ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുള്ളൂ. ഇത് മൂടി കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇത് അവിടെ കിടക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിനി പത്തിരി റെഡിയാക്കാം. അങ്ങനെ അതാ ഒരു ഉരുള എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്ത് പാനിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് പരത്തി കൊടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തി കൊടുക്കുന്നത്, നല്ല തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഈ പത്തിരി ഉണ്ടാക്കുക. പിന്നെ ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. 2 സൈഡ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പൊള്ളി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ അത് നമ്മളെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിയിൽ ചില്ലി സോസ് ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് പിന്നെ കുറച്ച് എരിവൊക്കെ വേണം കറിക്ക്, അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കലുണ്ട്. സാധാരണ ഈ കറിയിൽ മുളക് പൊടിയൊന്നും ഇടലില്ല. അപ്പോൾ നമ്മുടെ കറിയും പത്തിരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മളെ കണ്ണച്ച പത്തിരിൻ്റെ കൂടെയും പിന്നെ നാണിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കണേ, നിങ്ങൾ ചാനലിലൊന്ന് നോക്കി നോക്കാം കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ കുക്കിങ്ങൊക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും നല്ല എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.